ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Hi friends, finally Nifty slips its 5-day winning streak and corrected more than 1%. And today's closing was lower than opening levels. Therefore, Nifty form ചെയ്തിട്ടുള്ളതൊരു bearish candleാണ് ഡെയിലി ചാർട്ടിൽ. ഇന്നത്തെ ഒരു ഫോളിന് കാരണം തീർച്ചയായിട്ടും വീക്ക് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ഡിസ്പൈറ്റ് US സ്റ്റിമുലസ് പാക്കേജ് അൺവീൽ ചെയ്തിട്ട് പോലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഗ്ലോബൽ ക്യൂസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. സോ ഗ്ലോബൽ മാർക്കറ്റ്സ് വെർ അണ്ടർ പ്രഷർ, റിയലി സെല്ലിംഗ് പ്രഷർ. സോ അതെല്ലാം നമ്മളുടെ മാർക്കറ്റും ഏറ്റുപിടിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടന്നു. ആൻഡ് ഒരു സെക്ടറും അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള ഒന്നും തന്നെയില്ല. IT, മെറ്റൽ, ഫാർമ, ഫിനാൻഷ്യൽ, ഇതിലെല്ലാം 2-3% ഒരു ഡിക്ലൈനാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. എന്തിന് ബ്രോഡർ മാർക്കറ്റ് ഓൾസോ ഫെൽ മോർ ദൻ 1% ടുഡേ. ഫ്രണ്ട്സ്, കറക്ഷൻസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് റൈഡിന് അതെപ്പോഴും ഉപകാരമായിരിക്കും. മാർക്കറ്റ് ഒരിക്കലും ഒരേ ദിശയിൽ സഞ്ചരിക്കാറില്ല. അത് അപ്പ് ട്രെൻഡ് ആയാലും ശരി, ഡൗൺ ട്രെൻഡ് ആയാലും ശരി. സോ ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവർ ഈ ഇപ്പം നടക്കുന്ന റാലി മിസ് ചെയ്തിട്ടുള്ള കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സോ ദേ ആർ ലുക്കിംഗ് ഫോർ ഡിപ്പ്. ഓക്കെ, ഇറ്റ് കുഡ് ബി ഒരു മേജർ കറക്ഷൻ ആവാം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഫ്രഷ് ബൈങ് വരും. ഈ ഇൻവെസ്റ്റേഴ്സൊക്കെ ആ ഒരു ഡിപ്പിൽ ബൈ എടുക്കും. സോ അതൊരു ഭയങ്കര ബൂസ്റ്റായിരിക്കും മാർക്കറ്റിനും ആൻഡ് ട്രേഡേഴ്സിനെയും അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അധികമായിട്ടുള്ളൊരു കോൺഫിഡൻസ് നൽകും. സോ മാർക്കറ്റ് നല്ലൊരു കോൺഫിഡൻസ് മോഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് റൈഡാണ് അവിടെ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു മേജർ കറക്ഷൻ ലൈക്ക് ലീമൻ ബ്രദേഴ്സുള്ള നമ്മുടെ കൊറോണയുടെ ഒരു ക്രാഷ് ഉണ്ടായതിന് ശേഷം അതിനൊക്കെയാണ് ക്രാഷ് എന്ന് പറയുന്നത്. മോർ ദൻ 1000 പോയിൻറ്റ്സ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാൻ ക്രാഷായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതർവൈസും ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു മൈനർ കറക്ഷൻസാണ് അപ് ടു 400 പോയിൻറ്റ്സ്. ആൻഡ് അത് കഴിഞ്ഞ് തന്നെ മേജർ കറക്ഷൻ വരും. മേജർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 800 പോയിൻറ്റ്സ്. അതിന് മുകളിലേക്ക് പോകുന്നതാണ് ശരിക്കും നമ്മൾ ക്രാഷ് എന്ന് പറയാറ്. ആൻഡ് അതിന് മുകളിലുള്ളതാണ് മേജർ ക്രാഷ്. ഓക്കെ, സോ അതിനുശേഷം നല്ലൊരു സ്മൂത്ത് റൈഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു 9-10 മാസമായിട്ട്. ഡെഫിനറ്റ്ലി അവിടെ മൈനർ കറക്ഷൻസ് വന്നിരുന്നു, ബട്ട് നോട്ട് മോർ ദൻ ഒരു 500 പോയിൻറ്റ്സ് ഓർ 550 പോയിൻറ്റ്സിൻ്റെ ഫോളൊന്നും ഒരു മാർക്കറ്റിലും കഴിഞ്ഞ ഒരു 9 മാസത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. സോ ഇങ്ങനെയുള്ള ഒരു മൈനർ കറക്ഷൻസ് ആ ഒരു വലിയൊരു ക്രാഷിന് ശേഷം നല്ലൊരു സ്മൂത്ത് റൈഡ് തന്നെയാണ് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് സ്റ്റിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കറക്ഷൻസ് എപ്പോഴും ഒരു ഹെൽത്തിയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഫ്രഷ് ബൈയിങ് വരും ആൻഡ് കോൺഫിഡൻസ് കൂടും. അത് വിചാരിച്ചിട്ട് ഫ്രണ്ട്സ് ഒരു ക്രാഷോ ഒരു മേജർ കറക്ഷനോ വരില്ല എന്നല്ല. ഇറ്റ്സ് ഓൺ ദ വേ. ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് തേഴ്സ്ഡേ വരെയുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബൈ ഓൺ ഡിപ്പ് എല്ലാവരും ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഫ്രൈഡേ നമുക്ക് ഹയറിലാണ് ഓപ്പണിംഗ് നടന്നതെങ്കിൽ പോലും ഇമ്മീഡിയറ്റ് ഒരു ഡിക്ലൈൻ അവിടെ ഉണ്ടായി. അവിടെയും നല്ലൊരു ഡിപ്പ് ഉണ്ടായി ആൻഡ് ഓൾമോസ്റ്റ് ഒരു 85% റിക്കവറി അവിടെ ഉണ്ടായി. പക്ഷേ സെക്കൻഡ് വേവ് ഉണ്ടായി അതിന് ശേഷം. ഓക്കെ, ആ സെക്കൻഡ് വേവിലത്തെ ആ ഡിപ്പിൽ നിന്ന് നിഫ്റ്റിക്ക് റിക്കവർ ആകാൻ കഴിഞ്ഞില്ല. മോർ ദൻ 150 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഒരു ബാരിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ഓൾ ഷോസ് ദാറ്റ് അവിടെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. ഒരു മാർക്കറ്റ് ടേൺ ആവാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് അത് ശരിക്കും പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഒരു മെയിൻ റീസൺ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ഡോളർ ഇൻഡെക്സ് ഗെറ്റിംഗ് സ്ട്രെങ്തൻ. സോ വെനെവർ ഡോളർ ഗെറ്റ്സ് സ്ട്രെങ്ത് ആ മോഡിലേക്ക് വരുമ്പോൾ സാധാരണ ഇക്വിറ്റി മാർക്കറ്റൊക്കെ ഒരുമാതിരി കൊളാപ്സ് ആവാറുണ്ട്. ഓക്കെ, അത് സാധാരണ ഇതിൽ മുന്നും പലതവണ ഒരു രീതിയാണ്, ഒരു നിയമം പോലെയാണ്. ഓക്കെ, സോ പക്ഷേ ഒരു ആശ്വാസമുള്ളത് ഡോളർ ഇൻഡെക്സ് ഒരു സസ്റ്റെയിൻ മോഡിലേക്കുള്ളൊരു ഗ്രോത്തിലേക്ക് പോകാറില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറൻസി പ്രിൻറ്റിങ് ഹാപ്പനിങ് ദയർ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സസ്റ്റെയിൻ ഗ്രോത്ത് ഡോളറിൽ കാണാറില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന ടൈമിൽ ശരിക്കും ഒരു എന്താ പറയുക, അത് മൊത്തം ഗ്ലോബൽ മാർക്കറ്റ്സിനൊന്ന് ഇളക്കി മറിച്ചിട്ടാണ്
അത് കടന്നു പോകാറുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു സംഭവമുള്ള ഒരു അൺസർട്ടനിറ്റി കാണുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജോ ബൈഡൻ്റെ 20th ഒരു ഇവൻ്റാണ്. ഓക്കെ, സ്ഥാനാരോഹണം. സോ അതിൽ ട്രംപിൻ്റെ അനുകൂലികൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാപിറ്റോളിൽ നടന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. സോ ആ ഒരു ഫിയറും മാർക്കറ്റിലുണ്ട്. ഇന്ത്യ വിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ വെൻ എവർ വിക്സ് അപ്പ് ദാറ്റ് മീൻസ് ഫിയർ അപ്സ്. ഓക്കെ, അതാണൊരു രീതി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ കോൺഷ്യസ് ആയിട്ടിരിക്കാം. ഫ്രണ്ട്സ്, വോളറ്റിലിറ്റി സീൻ ലാസ്റ്റ് വീക്ക് മേ കണ്ടിന്യൂ അപ് ടു യൂണിയൻ ബഡ്ജറ്റ് വരെ. അതൊരു സംശയം വേണ്ട. ഹൈലി വോളറ്റൈൽ തന്നെയായിരിക്കും മാർക്കറ്റ്. ആൻഡ് HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ്. അത് മൺഡേ മാർക്കറ്റ് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച IT കമ്പനീസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടുകളായിരുന്നു. എന്നിട്ട് പോലും മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. ഓക്കെ, സ്റ്റോക്സ് IT സ്റ്റോക്സ് എല്ലാം ഡൗൺ ആയിരുന്നു. നോട്ട് ഓൺലി അവർ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഈവൻ US മാർക്കറ്റിലും ആ ഒരു സെയിം തന്നെയാണ്. ഇത്രയും പാൻഡമിക്കിൽ ആ ഒരു ടൈമിൽ ശരിക്കും IT കമ്പനികളാണ് നല്ലൊരു ഗെയിൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നിട്ട് പോലും മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഡൗൺ ആയിരുന്നു IT സെക്ടർ. സോ നമുക്കൊരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വെറുതെ ഒരു കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ HDFC ബാങ്കിനോട് എങ്ങനെ മാർക്കറ്റ് പ്രതികരിക്കും മൺഡേ മോർണിംഗ് അത് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഒരു ഹൈപ്പ് വിചാരിക്കുന്നു. ആൻഡ് അതിലുപരി ഒത്തിരി കമ്പനീസിൻ്റെ റിസൾട്ട്സ് ക്വാർട്ടർലി ഏണിങ്സ് വരാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ മെയിനായിട്ട് എടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലയൻസ്, ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിൻറ്റ്സ്, യെസ് ബാങ്ക്, ഇന്ത്യ ബുൾസ്, ഇന്ത്യ മാർട്ട്, മൈൻഡ് ട്രീ, അലംബിക് ഫാർമ, CSB ബാങ്ക്, ICIC ലോംപാർട്ട് ആൻഡ് മെനി മോർ. ഓക്കെ, നിങ്ങൾക്ക് NSE പോയിട്ട് ചെക്ക് ചെയ്തോളൂ. മോർ ദൻ 150 കമ്പനീസിൻ്റെ റിസൾട്ട്സ് വരാനുണ്ട്. ഓക്കെ, JSW സ്റ്റീൽ, ഇന്ത്യൻ ബാങ്ക്, many more. Okay, so please check with NSE website for that clear information. IPO ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ. ഓക്കെ, അവരുടെ അത് IPO ഓപ്പൺ ആവുന്നത് 18th ആൻഡ് ക്ലോസ് ചെയ്യുന്നത് 20th. സോ ബെസ്റ്റ് ചാൻസ് ടു അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എന്താ പറയുക, ഇൻഡിഗോ പെയിൻറ്റ്സ്. ഓക്കെ, അവരുടേത് January 20th ഓപ്പൺ ആവുന്നു ആൻഡ് 22nd ക്ലോസ് ചെയ്യുന്നു. അതും ഒരു നല്ലൊരു IPO ആണ്. ഓക്കെ, ആൻഡ് FISൻ്റെ ഫ്ലോ നോക്കുകയാണെങ്കിൽ ടിൽ ഡേറ്റ് January 1st തൊട്ടിട്ട് 17 CRൻ്റെ ഒരു ബൈങ്ങാണ് FIS നടത്തിയിട്ടുള്ളത്. ഓക്കെ, അതേസമയം DISൻ്റെ ഭാഗത്തു നിന്ന് സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളത് ഫ്രം January 1st ടു ടിൽ ഡേറ്റ് 12,000 CRൻ്റെ. ആൻഡ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 14,650 തന്നെയാണ് മെയിനായിട്ടുള്ളൊരു ഹഡിൽ കാണുന്നത്. അതേസമയം മെയിൻ സപ്പോർട്ട് സ്റ്റിൽ എക്സിസ്റ്റ് 14,000 മാർക്ക്. ആൻഡ് നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് 14,250 ടു 14,650. ആൻഡ് ഒരു 15,000 ഹിറ്റ് ഐ സ്ട്രോങ്ലി ബിലീവ് ബിഫോർ ബഡ്ജറ്റ് ഇറ്റ് വോണ്ട് ഹാപ്പൻ. ഇതെൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് മാത്രം. ഓപ്ഷൻ ഡാറ്റയിൽ അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ 14,400 പിന്നെ 14,600 നടന്നിട്ടുള്ളത്. അതേസമയം ഒരു അഡീഷണൽ ഫ്രഷ് ബൈങ് നടന്നിട്ടുള്ള 14,000 സെക്കൻഡ് 14,200, തേർഡ് ഈസ് 14,300. അതേസമയം കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,600. ആൻഡ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കോളിൻ്റെ കാണിക്കുന്നത് 14,600 തന്നെയാണ്. ഇന്ത്യ വിക്സ് 23 ലെവൽസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ഗോ അപ്പ് ടു 28 to 30. ഓക്കെ, ഡ്യൂ ടു യൂണിയൻ ബഡ്ജറ്റ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ജോ ബൈഡൻ തന്നെ താരം. ജോ ബൈഡൻ ഹീസ് ഗോയിങ് ടു ടേക്ക് ഓത്ത് ഓൺ January 20th. ഓൾറെഡി അൺവീൽ ചെയ്തിട്ടുണ്ട് 1.9 trillion സ്റ്റിമുലസ് പാക്കേജ്. ഇനി ഫർദർ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് അതിനുശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഫ്രണ്ട്സ്, ഇത്രമാത്രം. സോ നെക്സ്റ്റ് വീക്ക് ആസ് ഐ സെഡ് ബിഫോർ മാർക്കറ്റിൽ നല്ല ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം.
നെക്സ്റ്റ് വീക്ക് മാത്രമല്ല, നെക്സ്റ്റ് വീക്ക് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ അപ് ടു നമുക്ക് ഇനിയിപ്പോൾ വരുന്ന ട്രേഡിംഗ് സെഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 26th മുടക്ക് വരുന്നുണ്ട്, അതായത് റിപ്പബ്ലിക് ഡേ. ഒരു ദിവസം നമുക്ക് കുറവായിരിക്കും കിട്ടും. ആൻഡ് അപ് ടു യൂണിയൻ ബഡ്ജറ്റ് വരെ മാർക്കറ്റ് ഒരു വല്ലാത്തൊരു മോഡിലായിരിക്കും. ലോങ് എടുക്കുന്നവരൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ ഗൈസ്, standard disclaimer, this is all my personal views. My view may get wrong. Don't follow it blindly. Consult a financial advisor before you enter the market or trade. And don't forget to subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.